ഈ ആശാ വർക്കർമാരുടെ സമരത്തെ സംബന്ധിച്ച് CITU അതുപോലെ തന്നെ CPIM-ഉം ഗവൺമെൻറ്റും വ്യക്തമാക്കിയതാണ്. അതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേതനം വർദ്ധിപ്പിക്കണമോ ആനുകൂല്യം കൂട്ടണോ എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ച റേഷ്യോക്കാളും കൂടുതലാണ് ഞങ്ങളവിടെ കൊടുക്കുന്നത്. 60-40 ആണ് അതിൻ്റെ റേഷ്യോ. 3000 രൂപയാണ് കേന്ദ്രം കൊടുക്കുന്നത്, 7000 രൂപയാണ് കേരള ഗവൺമെൻറ് കൊടുക്കുന്നത്. എന്നാലും അവരുന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളോട് ഒരു രൂപത്തിലുള്ള വിയോജിപ്പ് CITU-നോ LDF-നോ ഗവൺമെൻറ്റിനോ ഇല്ല. പക്ഷേ അത് പരിഹരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതവർ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സമരത്തിനെതിരല്ല, ട്രേഡ് യൂണിയനെതിരല്ല. ഇപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ മിനിഞ്ഞാന്ന് ഞാനും വളമരം കരീമും TP രാമകൃഷ്ണനും ഒരു വലിയ സമരം ഉദ്ഘാടനം ചെയ്തിട്ടാണ് വന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ചില സമീപനത്തിനെതിരായിട്ടാണ് ഞങ്ങൾ സമരം നടത്തിയത്. KSFE ഓഫീസേഴ്സ് യൂണിയനും അതുപോലെ തന്നെ KSFE-യിലെ സ്റ്റാഫ് അസോസിയേഷനും ചേർന്നുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള പ്രക്ഷോഭം മിനിഞ്ഞാന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടത്തി. ഒരു 10 വർഷം ശമ്പള പരിഷ്കരണത്തിൻ്റെ കാലാവധി മാറ്റുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്ക മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം നടത്തിയത്. സമരം നടത്തുന്നതിന് യാതൊരു പ്രശ്നവും ഞങ്ങൾക്കില്ല. കഴിഞ്ഞ ഒരു 6 മാസത്തിൻ്റെ മുമ്പ് ഞാൻ തന്നെ ആദിവാസി ഇഷ്യൂസിൻ്റെ മുകളിൽ സമരം നടത്തിയിരുന്നു. ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗോത്രഭാഷ അറിയാവുന്ന അധ്യാപകർ താൽക്കാലികമായി അവിടെ പണിയെടുക്കുകയാണ്. അവരെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് സമരം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ സമരത്തിനെതിരല്ല, സമരം നടത്തുന്നവരോടും എതിരല്ല ഗവൺമെൻറ്റും അതുപോലെ തന്നെ പാർട്ടിയും. പിന്നെ നേരത്തെ ചുമടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞത് ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന ചുമട് തൊഴിലാളികളുണ്ട്. അറ്റാച്ച്ഡ്, അൺഅറ്റാച്ച്ഡ്, സ്കേറ്റേഡ് തൊഴിലാളികളുണ്ട്. അവർ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിച്ചത്. ആ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഘട്ടത്തിൽ പോലും, നിയമപരമായി കിട്ടുന്ന ഘട്ടത്തിൽ പോലും കോടതികളുടെ ചില തെറ്റായിട്ടുള്ള പരാമർശത്തിൻ്റെ ഭാഗമായി അവരുടെ തൊഴിൽ, സ്ഥിരം സ്വഭാവമുള്ള തൊഴിലിടങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നൊരു സ്ഥിതിവിശേഷം വന്നു. അതിൻ്റെ ഭാഗമായി ചുമട് തൊഴിലാളികൾ സമരരംഗത്തുണ്ട്. ഇതിനിടെ സമരം അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ നിർമ്മല സീതാരാമൻ, ബഹുമാനപ്പെട്ട മന്ത്രി, അവരുടെ ഒരു മനസ്സ് നിർമ്മലമായിട്ടുള്ള മനസ്സാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ തൊഴിലാളി വിരുദ്ധ പോയിസൺ ഇത്രത്തോളം കുത്തിവെച്ചൊരു മനസ്സാണ് അവരുടേതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ബസ്സിൻ്റെ അകത്തു നിന്ന് ഇറങ്ങുമ്പോൾ യാത്രക്കാരൻ്റെ കയ്യിലുള്ള ലഗേജ് നോക്കിയാൽ നോക്കുകൂലി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇത് അവിടെയുള്ള തൊഴിലാളികളുടെ ഇടയിൽ BMS-ഉം ഉണ്ട്, BJP അനുഭാവികളുമുണ്ട്. അവരടക്കം അപമാനിക്കുന്നതാണ്, അവഹേളിക്കുന്നതാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം കേരളത്തിലുണ്ടോ? ഇപ്പോൾ ചുമട് രംഗത്ത് ചില തെറ്റായിട്ടുള്ള സമീപനങ്ങൾ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CITU തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധികാരത്തിൽ 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ചില തെറ്റായിട്ടുള്ള പ്രവണതകളുണ്ട്, അത് പരിശോധിക്കണം, പരിഹരിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഫിലിയേഷനുള്ള, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അഫിലിയേഷൻ ഇല്ലാത്ത ചുമട് മേഖലയിലെ തൊഴിലാളികളുടെ യോഗം വിളിച്ച് ചേർത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരെല്ലാം കോൺസസിലെടുത്ത് തെറ്റായിട്ടുള്ള ഒരു നടപടിയോടും ഉത്തരവാദപ്പെട്ട ഒരു ട്രേഡ് യൂണിയനും അനുകൂലിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി നോക്കുകൂലി എന്ന് പറയുന്ന പ്രതിഭാസം എവിടെയില്ല. പിന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എവിടെയാണ് ഇല്ലാത്തത്? ഇന്ന് നിങ്ങൾ പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ നിന്ന് കൈക്കൂലി എത്ര കോടിയാന്ന് പറഞ്ഞേ? ആരോപണം ഞാൻ പറയുന്നത് ഡോക്ടർമാർക്കെതിരായിട്ടുള്ള ആരോപണം ഇല്ലേ, അധ്യാപകർക്കെതിരായിട്ടുള്ള ആരോപണം ഇല്ലേ, രാഷ്ട്രീയക്കാർക്കെതിരായിട്ടുള്ള ആരോപണം ഇല്ലേ, വക്കീലന്മാർക്കെതിരായിട്ടുള്ള ആരോപണം ഇല്ലേ? ഒറ്റപ്പെട്ട നിങ്ങളുടെ കടയിൽ തന്നെയുള്ള ആൾക്കാർക്കെതിരായിട്ട് ഞങ്ങൾ എത്ര പറയുന്നുണ്ട്? ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടാവും. അതിനെ സാമാന്യവൽക്കരിച്ച് ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കുന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നത് തെറ്റാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടാവും. അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദപ്പെട്ട സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങളത് തിരുത്താനും തയ്യാറാണ്.
ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു രൂപത്തിലും അംഗീകരിക്കാൻ പറ്റില്ല.